യെഹെസ്കേൽ 37 ഉണങ്ങിയ അസ്ഥികളുടെ താഴ്വരയെക്കുറിച്ചുള്ള ദർശനത്തിന് പഴയ നിയമത്തിൽ ഒരു പ്രത്യേക അർത്ഥവും പുതിയ നിയമത്തിൽ അതിന് വിശാലമായ ഒരു ആത്മീയ അർത്ഥവുമുണ്ട്. പഴയ നിയമ ആശയം യെഹെസ്കേൽ അനുപാതം 37:1-14. ഈ ദർശനത്തിന്റെ യഥാർത്ഥവും പ്രഥമവുമായ അർത്ഥം ഇസ്രായേലിന്റെ ദേശീയവും ആത്മീയവുമായ പുനഃസ്ഥാപനമാണ്. ഉണങ്ങിയ അസ്ഥികളുടെ പ്രതീകാത്മകത. ഉണങ്ങിയ അസ്ഥികൾ പ്രവാസത്തിലായിരുന്ന ഇസ്രായേൽ ഗൃഹം മുഴുവനെയും യെഹെസ്കേൽ അനുപാതം 37:11 പ്രതീകപ്പെടുത്തുന്നു. തങ്ങളുടെ പ്രത്യാശ നശിച്ചു, രാജ്യം മരിച്ചു, തങ്ങൾ ഛേദിക്കപ്പെട്ടു എന്ന് അവർ വിശ്വസിച്ചു. വാഗ്ദത്തം ചെയ്ത പുനഃസ്ഥാപനം. അസ്ഥികളോട് പ്രവചിക്കാൻ ദൈവം യെഹെസ്കേലിനോട് കൽപ്പിക്കുന്നു. ഭൗതിക പുനഃസ്ഥാപനം. പ്രവാസത്തിൽ നിന്ന് ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങിവരും. ഞാൻ നിങ്ങളെ ഇസ്രായേൽ ദേശത്ത് കൊണ്ടുവരും. യെഹെസ്കേൽ അനുപാതം 37:12. ആത്മീയ പുനഃസ്ഥാപനം. ദൈവം തന്റെ ആത്മാവിനെ റൂവഹ് അവരിൽ നിക്ഷേപിക്കുകയും അവർ ജീവിക്കുകയും ചെയ്യും. യെഹെസ്കേൽ അനുപാതം 37:14. ഇത് രാജ്യത്തിന് ഒരു പുതിയ ആത്മീയ ഉണർവ് നൽകുന്നതിനെ സൂചിപ്പിക്കുന്നു. ഐക്യം. യെഹെസ്കേൽ അനുപാതം 37:15-28. യഹൂദ എന്നും ജോസഫ് എഫ്രൈം എന്നും എഴുതിയ 2 വടികൾ ചേർത്ത് ഒറ്റ വടിയാക്കുന്നതിലൂടെ പിളർന്നുപോയ ഇസ്രായേൽ രാജ്യങ്ങൾ ഏകീകരിക്കപ്പെടുമെന്നും എന്റെ ദാസനായ ദാവീദ് എന്ന മിശിഹാ രാജാവിന്റെ കീഴിൽ ഒന്നാകുമെന്നും പ്രവചിക്കുന്നു. പുതിയ നിയമ ആശയം. യെഹെസ്കേൽ 37 ആശയങ്ങളെ പുതിയ നിയമം എല്ലാ വിശ്വാസികൾക്കും ലഭ്യമായ ആത്മീയ ഉയിർത്തെഴുന്നേൽപ്പിനും പുതിയ ജീവനും വേണ്ടി ഉപയോഗിക്കുന്നു. ആത്മീയ മരണം, പുതിയ ജനനം. ഉണങ്ങിയ അസ്ഥികൾ പ്രത്യാശയില്ലാതെ മരിച്ച അവസ്ഥയിലുള്ള മനുഷ്യന്റെ അവസ്ഥയ്ക്ക് ഒരു ശക്തമായ ഉദാഹരണമായി കണക്കാക്കപ്പെടുന്നു. എല്ലാവരും അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാണ്. എഫെസ്യർ അനുപാതം 2:1. അസ്ഥികളിലേക്ക് ശ്വാസം ഊതിയതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെയുള്ള ആത്മീയ പുതിയ ജനനമാണ് ഈ ഭാഗം സൂചിപ്പിക്കുന്നത്. യോഹന്നാൻ അനുപാതം 3:5-8. പരിശുദ്ധാത്മാവ് പുതിയ ഉടമ്പടി. യെഹെസ്കേൽ 37 എബ്രായ പദമായ റൂവഹ് എന്നതിന് ശ്വാസം എന്നും ആത്മാവെന്നും അർത്ഥമുണ്ട്. ഉണങ്ങിയ അസ്ഥികൾക്ക് ജീവൻ നൽകിയ അതേ ജീവനുള്ള ആത്മാവ് പുതിയ ഉടമ്പടി അനുസരിച്ച് വിശ്വാസികൾക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവാണ്. ഇരമ്യാവ് അനുപാതം 31:31-34. പെന്തക്കോസ്തു ദിനത്തിൽ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് ഈ വാഗ്ദാനത്തിന്റെ നിവൃത്തിയായി പുതിയ നിയമം കാണുന്നു. പ്രവൃത്തികൾ 2. ശരീരത്തിന്റെ ഉയിർത്തെഴുന്നേൽപ്പ്. ഉണങ്ങിയ അസ്ഥികൾക്ക് ജീവൻ ലഭിച്ചത് ഭാവിയിലുള്ള ശരീരത്തിന്റെ ഉയിർത്തെഴുന്നേൽപ്പ് എന്ന പുതിയ നിയമ ഉപദേശത്തിന് 1 കൊരിന്ത്യർ 15 ഒരു പ്രബലമായ അടിസ്ഥാനം നൽകുന്നു. മരിച്ചവർക്ക് ജീവൻ നൽകാനുള്ള ദൈവത്തിന്റെ ശക്തിയുടെ ആത്യന്തികമായ തെളിവായി യേശുക്രിസ്തുവിന്റെ ഉയിർത്തെഴുന്നേൽപ്പ് നിലകൊള്ളുന്നു. ആത്മീയമായി മരിച്ചവർക്ക് ജീവന്റെ ആത്മാവിനെ നൽകിക്കൊണ്ട് ആത്മീയവും ഭാവിയിലുള്ള ഭൗതികവുമായ പുനഃസ്ഥാപനം സാധ്യമാക്കുന്ന വാഗ്ദത്തം ചെയ്യപ്പെട്ട മിശിഹാ രാജാവാണ് യേശു എന്ന് പുതിയ നിയമം പഠിപ്പിക്കുന്നു.